ഗൃഹ്ണാനശ്ചിഗുരേഷു താം ഖലമതി ശൗരേശ്ചിരം സാന്ത്വനൈർനോ മുഞ്ചൻ പുനരാത്മജാർപ്പണഗിരാ പീതോധയാതോ ഗൃഹാൻ ആദ്യം ത്വൽസഹജം തഥാർപ്പിതമപി സ്നേഹേന നാഹന്യസൗ ദുഷ്ടാനാമപി ദേവ പുഷ്ടകരുണ ദൃഷ്ടാ ഹി ധീരേ കദാ. പദാനുപദം. താം അവളെ, ചിഗുരേഷു മുടിയിൽ, ഗൃഹ്ണാനഃ കടന്നുപിടിച്ച, ഖലമതിഃ ദുഷ്ടബുദ്ധി കംസൻ, ശൗരേഃ വസുദേവൻ, ചിരം സാന്ത്വനൈഃ വളരെ സമാധാന വാക്കുകൾ പറഞ്ഞിട്ടും, നോ മുഞ്ചൻ മോചിപ്പിക്കാഞ്ഞ്, പുനഃ പിന്നെ, ആത്മജാർപ്പണഗിരാ ജനിക്കുന്ന കുട്ടികളെ സമർപ്പിക്കാമെന്നു പറഞ്ഞു. അധഃ അപ്പോൾ, പ്രീതഃ സന്തുഷ്ടനായി, ഗൃഹാൻ യാതഃ ഗൃഹത്തിലേക്കു പോയി, തഥാ അപ്രകാരം, അർപ്പിതം അപി അർപ്പിക്കപ്പെട്ടെങ്കിലും, ആദ്യം ത്വൽസഹജം അങ്ങയുടെ ആദ്യ സഹോദരനെ, അസൗ സ്നേഹേന ഈ കംസൻ സ്നേഹത്താൽ, ന അഹൻ കൊന്നില്ല, ദേവ അല്ലയോ ദേവ, ദുഷ്ടാനാം അപി ദുഷ്ടന്മാർ പോലും, ഏകദാ ചിലപ്പോൾ, പുഷ്ടകരുണാദിഃ കാരുണ്യം തികഞ്ഞവരായി, ദൃഷ്ടാ ഹി കണ്ടിട്ടുണ്ടല്ലോ. വിവർത്തനം. ദുഷ്ടബുദ്ധിയായ ആ കംസൻ ദേവകിയുടെ മുടിക്കെട്ടിൽ കടന്നുപിടിച്ചു. വസുദേവർ വളരെ സാന്ത്വന വാക്കുകൾ പറഞ്ഞെങ്കിലും അവൻ പിടിവിട്ടില്ല. അവൾക്കു ജനിക്കുന്ന കുട്ടികളെ നൽകാമെന്നു പറഞ്ഞപ്പോൾ സന്തോഷിച്ച കംസൻ ദേവകിയെ മോചിപ്പിക്കുകയും വരന്റെ ഗൃഹത്തിലേക്കു കൊണ്ടുപോകുകയും ചെയ്തു. പറഞ്ഞ പ്രകാരം തന്നെ വസുദേവർ ആദ്യത്തെ കുട്ടിയെ കംസന്റെ അടുത്തു സമർപ്പിച്ചെങ്കിലും അയാൾ കുട്ടിയോടു സ്നേഹം കാട്ടിയതല്ലാതെ കൊന്നില്ല. അല്ലയോ ദേവാ, ദുഷ്ടന്മാർ പോലും ചിലപ്പോൾ കാരുണ്യവാന്മാരായി കാണപ്പെടാറുണ്ടല്ലോ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.